ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഏദൻ തോട്ടത്തിലെ ഒരു അടിപൊളി റോസ പ്ലാന്റ് ആണത്. കണ്ടോ? അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പല ആൾക്കാർക്കും ഈ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് വരുന്നത് ബാംഗ്ലൂർ മണ്ണിലാണ് വരുന്നത്. കണ്ടോ, ഇതെല്ലാം ചുമന്ന മണ്ണാണ്. അപ്പോൾ ഈ മണ്ണ് മാറ്റി നമ്മളെങ്ങനെ ഒരു ചട്ടിയിലോട്ട് റീപോർട്ട് ചെയ്യണം, ആ രീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ചട്ടി എടുക്കുക. സിമൻറ്റ് ചട്ടി പെർഫെക്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ചട്ടി പൊട്ടി പോകത്തില്ല. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് പ്ലാസ്റ്റിക് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഹോള് കറക്റ്റായിട്ട് ഇടുക. കണ്ടോ, ഈ ഹോള് നമുക്ക് കാണണം. അതിനെ ഇളക്കി കളയണം. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷെയ്ഡിലുള്ള എല്ലാം ഇളക്കി കളഞ്ഞ് ഇതുപോലെ ഹോള് കറക്റ്റായിട്ട് ഇങ്ങനെ കാണണം. കാരണം ഇത് വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തൂടെ ഇറങ്ങി വെളിയിലോട്ട് പോകണം. അപ്പോൾ ഈ ചട്ടി നമ്മൾ ക്രമീകരിച്ച് വെച്ചു. ഇതിലേക്ക് ഇനി ചെയ്യേണ്ടത് ഓട് കഷ്ണം ചെറിയ പീസാക്കി ഓട് കഷ്ണം ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കി ഇടണേ. ഒരു ലെയർ ഓട് കഷ്ണം ഒരു തട്ടിങ്ങനെ ഇടും. ഇനി അടുത്ത് ചെയ്യേണ്ടത് പോട്ടി മിക്സ് എടുക്കുക. പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിലിടേണ്ടത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണ്, ചകിരിച്ചോറ്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിതിലെടുത്തിരിക്കുന്നത്. നമ്മൾ മൊത്തം മിക്സ് ചെയ്തിട്ടുണ്ട്. ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ ലെയർ ഓട് കഷ്ണത്തിൻ്റെ പുറത്ത് രണ്ടാമത്തെ ലെയർ ഇരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പ്ലാന്റ്, ഇപ്പോൾ ഇതൊരു വലിയ ചട്ടിയാണ്, ഇതിനെ നമ്മൾ അങ്ങനെ കമഴ്ത്തി സെറ്റായിട്ട് എടുക്കുക. മാറ്റി വെച്ചു. അപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ നമ്മൾ കമഴ്ത്തി വേറെ ഇതിൻ്റെ സൈഡ് മണ്ണും അടിമണ്ണെല്ലാം കളയുക. സൈഡ് മണ്ണ് അടിമണ്ണെല്ലാം കളയുക. വേരിലെ മണ്ണ് മാത്രം കൂട്ടിപ്പിടിക്കുക. അടിമണ്ണ് ഇച്ചിരി കളഞ്ഞു കൊടുക്കുക. ഇത് കണ്ടോ, ഇതെല്ലാം ചുമന്ന മണ്ണാണ്. കണ്ടോ, അപ്പോൾ ഈ മണ്ണിൽ നമ്മളൊരിക്കലും പ്ലാന്റ് സെറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയും മതി. കണ്ടോ, ഇതിനെ സെൻറ്ററിലോട്ട് വയ്ക്കുക. പക്ഷേ എല്ലാ മണ്ണും എടുത്ത് കളയരുത്. വേരിലെ മണ്ണ് ഇച്ചിരി വേണം. ഇത് സെൻറ്ററിലോട്ട് വെച്ചു. ഇനി ബാക്കി പോട്ടി മിക്സർ ഫില്ല് ചെയ്യണേ. ഇട്ടേ മണ്ണ്. അപ്പോൾ ഇത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതമാണ്. നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ബഡ് മണ്ണിൽ നിന്ന് കണ്ടോ പൊങ്ങി നിൽക്കണം. ഈ ബഡ് പൊങ്ങി നിൽക്കണം. ഈ ഒരു ലെവൽ മാത്രം മണ്ണിട്ട് വയ്ക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച ഷെയ്ഡിലോട്ടേ വച്ചിരിക്കാവൂ. ഡയറക്റ്റായിട്ട് നമ്മൾ റീപോർട്ട് ചെയ്ത ഉടനെ തന്നെ വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. ആദ്യം ഒരു 2 ആഴ്ച ഷെയ്ഡിലോട്ട് വെച്ച് നമ്മുടെ മണ്ണുമായിട്ട് ഈ പ്ലാന്റ് റെഡിയായി ഒന്ന് വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് വെയിലത്തോട്ട് വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പൂ പോകുമ്പോൾ നമ്മൾ ഇവിടം വെച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരടി താഴെ. കണ്ടോ, പ്രൂണിങ്ങിനാണ് രണ്ടാമത്തെ വിജയം. ഒന്ന് പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കി ഇത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ പോട്ടിംഗ് മിക്സ് ഇട്ട് നടുന്നു. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഒരു 20 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത് DAP ഇട്ട് കൊടുക്കുക. DAP, DAP, NPK വളം നമുക്ക് സ്പ്രേ ചെയ്യാം. സാഫ് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ റോസയെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നമുക്ക് വളർത്താം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും മഴവെള്ളം ശക്തമായി വീഴുന്ന ഭാഗങ്ങളിൽ വയ്ക്കരുത്. മഴ പെയ്യുമ്പോൾ ഷെയ്ഡിലോട്ടേ വയ്ക്കാവൂ. മഴ മാറിക്കഴിയുമ്പോൾ വെയിലത്തോട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഒരു റോസ റീപോർട്ട് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.